പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 4-ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു പുണ്യമായ ഒരു ദുആ, അതൊരു ദുആയാണ്, അതൊരു ദിക്റാണ്, തസ്ബീഹാണ്, എന്തിലും നമുക്ക് പെടുത്താൻ പറ്റും. അത് നമുക്കൊന്ന് പഠിക്കാം. അതായത് ഒരാൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 7 വട്ടം, ചെറിയൊരു ദിക്റാണ്, ചെറുതാണ്, ഒരു 7 വട്ടം അത് പറഞ്ഞാൽ കഫ അവനിക്ക് അത് മതി എന്നാണ്. ഒരുപാട് നേട്ടങ്ങളുണ്ട്. അന്നത്തെ ദിവസം ഒരു പ്രയാസം, പ്രശ്നം അവൻ്റെ ജീവിതത്തിൽ വരാതെ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാവാൻ ആ ഒരു വാചകം പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് അത് ഏതാണ് ആ വാചകം വിശദമായി നമുക്കിന്ന് പഠിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഒരു 7ഓളം അബദ്ധങ്ങൾ അത് നമ്മൾ തിരുത്തണം. ഇന്നു മുതൽ നമ്മൾ തിരുത്തണം. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. പിന്നെ പലരും ചോദിച്ചു, ഉസ്താദേ, നമ്മൾ രാത്രി ധരിച്ച് ഉറങ്ങുന്ന വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രത്തിൽ തന്നെ നമുക്ക് സുബഹി നിസ്കരിക്കാമോ, അതോ ആ വസ്ത്രം മാറ്റി വേറെ വസ്ത്രം ഇട്ട് വേറെ ഉടുപ്പിട്ടിട്ട് വേണോ നിസ്കരിക്കാൻ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ കൃത്യമായ ഉത്തരം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുകയാണ്. അവസാനം വരെ കാണുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് പരിശുദ്ധമായ പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 4-ാമത്തെ വെള്ളിയാഴ്ച പകലിലാണ് നമ്മളെ ചേർത്തിട്ടുള്ളത്. അൽഹംദുലില്ലാ, പുണ്യമായ മാസം, പുണ്യമായ ഒരു ദിവസം ആണ് നമ്മളുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന ദുആകൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മളിൽ പലരും. അല്ലാഹു തആല എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ, ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, അൽഹംദുലില്ലാ, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തുകൾ, ആദാബുകളൊക്കെ പാലിക്കുക, അതൊക്കെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇപ്പോഴും ഒന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ സുന്നത്തുകൾ, ആദാബുകൾ, പിന്നെ ഓതേണ്ട സൂറത്ത്, പിന്നെ പറയേണ്ട സ്വലാത്ത് എല്ലാം ഇൻഷാ അല്ലാഹ് പറഞ്ഞേക്കുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് അവൻ്റെ സുബഹി നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് അവൻ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലാറുണ്ട്. നമ്മളിപ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, പിന്നെ അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ വെള്ളിയാഴ്ചയാകുമ്പോൾ നമ്മൾ വെള്ളിയാഴ്ച സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട്, വെള്ളിയാഴ്ച എന്നല്ല, എല്ലാ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ എന്തു പറയും? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ പറയാറുണ്ട്. അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന ദിക്ർ പറയാറുണ്ട്. അതൊക്കെ പറയാറുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച എന്നല്ല, എല്ലാ ദിവസവും, ഇന്നും ഇനിയും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് പറയുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഒരു ദിക്റും കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് ആഡ് ചെയ്യുക, ഉൾപ്പെടുത്തുക. അതൊരു വലിയ നേട്ടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലൊക്കെ ഈ ഒരു ദിക്റിനെ പറ്റി പറയുന്നുണ്ട്. 7 വട്ടം ഒരു മനുഷ്യൻ ഒരു ദിവസം രാവിലെ ഈ ഒരു വാചകം പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രയാസങ്ങൾ അവനെ അന്ന് ബാധിക്കില്ലെന്നാണ്. എന്തൊക്കെ പ്രയാസം എന്ന് പറയുമ്പോൾ അത് മാനസികമായ പ്രയാസമാവട്ടെ, ശാരീരികമായ പ്രയാസമാവട്ടെ, സാമ്പത്തികമാവട്ടെ, കുടുംബപരമാവട്ടെ, സാമൂഹികമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, അപ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് അതിനെ തൊട്ടെല്ലാമുള്ള ഒരു കാവൽ കിട്ടാൻ അല്ലാഹു തആല ഈ ദിക്ർ കൊണ്ട് നമുക്ക് നൽകുന്നതാണ്. ഏതാണ് ആ ദിക്ർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ പറയുന്നു, എന്ത്? മൻ ഖാല ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. സിമ്പിൾ ആണ്. ഒന്ന് പറഞ്ഞേ, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഒന്നുകൂടി, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എന്താ അതിന്റെ അർത്ഥം? ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹു റബ്ബുൽ അർശിൽ അദീം. അല്ലാഹു എനിക്ക് മതിയായവനാണ്, അവനല്ലാതെ ആരാധനക്കർഹനില്ല,
അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിക്കുകയാണ്, അവൻ മഹത്തായ അർശിന്റെ ഉടമസ്ഥനാണ്. ഇതാണ് അതിൻ്റെ അർത്ഥം. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഒരു ദിവസം ചൊല്ലിയാൽ കിട്ടുന്നു. ഒന്ന് ചൊല്ലി നോക്കുക. ഇൻഷാ അല്ലാഹ് പറഞ്ഞ എനിക്കും കേട്ട നമുക്ക് എല്ലാവർക്കും ഇത് ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. 7 വട്ടമാണ് ഇതിന്റെ അദദ് എണ്ണം പറയുന്നത്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം എന്നാണ് ഈ ദിക്ർ. ഇത് രാവിലെ ഇൻഷാ അല്ലാഹ് നമ്മൾ സുബ്ഹി നമസ്കാരത്തിനായി എഴുന്നേറ്റ് സുബ്ഹിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ദിക്റും സലാത്തൊക്കെ പറയുമല്ലോ, ആ സമയത്ത് ഇൻഷാ അല്ലാഹ് ഈ ഒരു തസ്ബീഹ് കൂടി നമ്മൾ ഉൾപ്പെടുത്താൻ വിട്ടുപോകണ്ട. ഇനി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടൻ തന്നെ ഒരു 7 അബദ്ധങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ വിഷയം നമ്മൾ പലപ്പോഴും അത് ചില സമയങ്ങളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു സംശയമാണ്, ഉസ്താദേ ഈ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രം അല്ലേ, പുരുഷന്മാരാണെങ്കിൽ ചിലപ്പോൾ മുണ്ടെടുത്ത് കിടക്കുന്നവരുണ്ട്, പാൻറ് ഇട്ട് കിടക്കുന്നവരുണ്ട്, ചിലപ്പോൾ ബനിയൻ, ചിലപ്പോൾ ഷർട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഷർട്ടൊന്നും ഇടില്ല, മുണ്ട് മാത്രം എടുക്കും. പിന്നെ സഹോദരിമാരാണെങ്കിൽ നൈറ്റി ഇട്ട് കിടക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ചുരിദാർ ഇട്ട് കിടക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോ ആളുകളും വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ഇട്ട് കിടക്കും. അപ്പോൾ ഈ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ധരിക്കുന്ന ആ ഒരു വസ്ത്രം, ആ വസ്ത്രത്തിൽ തന്നെ നമുക്ക് രാവിലെ സുബഹി നിസ്കരിക്കാമോ, അതോ ആ വസ്ത്രം മാറ്റിയിട്ട് വേറെ വസ്ത്രം ഇട്ടിട്ട് വേണോ സുബഹി നിസ്കരിക്കാൻ? ഇപ്പോൾ ഉമ്മമാര്, സഹോദരിമാർ, അവരിപ്പോൾ നൈറ്റി ഇട്ട് കിടക്കുന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റിട്ട് ഉളുവൊക്കെ എടുത്ത് ആ നൈറ്റിയുടെ പുറമെ എന്തിടും? നിസ്കാര ചട്ട ഇട്ടിട്ട് നിസ്കരിക്കുന്നവരായിരിക്കാം ഒരു പക്ഷേ ഭൂരിഭാഗം ആളുകളും. അങ്ങനെ നിസ്കരിക്കാമോ? അതായത് ആ രാത്രി നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഇട്ട നൈറ്റിയോ അല്ലെങ്കിൽ ചുരിദാറോ അത് മാറ്റാതെ അതിൻ്റെ പുറമെ നമ്മൾ നിസ്കാര കുപ്പായം ഇട്ടിട്ട് നിസ്കരിക്കാമോ? ഇനി പുരുഷന്മാരാണെങ്കിലോ അവരിപ്പോൾ ചിലപ്പോൾ മുണ്ടുടുത്തായിരിക്കും കിടക്കുക, ആ മുണ്ട് ഉടുത്ത് തന്നെ അവർക്ക് രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാമോ എന്ന് സംശയം പലരും ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരം 2 രൂപത്തിൽ നമുക്ക് പറയാം. ഒന്ന്, അങ്ങനെ നമുക്ക് നിസ്കരിക്കാം, കുഴപ്പമില്ല. കാരണം നജസ് ആ വസ്ത്രത്തിൽ ഇല്ലാത്തടത്തോളം കാലം, അതായത് മൂത്രം പറ്റിയിട്ടില്ല, മറ്റ് നജസ്സുകളൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് ആ വസ്ത്രമിട്ട് നിസ്കരിക്കാൻ പറ്റും, കുഴപ്പമില്ല. ഇനി നജസ് ഉണ്ട്, ഇപ്പോൾ നമ്മുടെ മൂത്രം പറ്റി, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുണ്ട്, തൊട്ടടുത്ത് നമ്മുടെ കുട്ടി കിടപ്പുണ്ട്, അപ്പോൾ കുട്ടി ചിലപ്പോൾ ഉറക്കത്തിൽ മൂത്രമൊഴിച്ച് കാണാം, അല്ലെങ്കിൽ സ്നെഗ്ഗി ഇടുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ആ സ്നെഗ്ഗി ലീക്കായിട്ട് ചിലപ്പോൾ മൂത്രം അല്ലെങ്കിൽ മലമൊക്കെ പുറത്തേക്ക് വന്നിട്ട് അത് നമ്മുടെ വസ്ത്രത്തിൽ പറ്റിയിട്ടുണ്ടാവാം. അങ്ങനെ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ വസ്ത്രം ഇട്ട് നിസ്കരിക്കാൻ പാടില്ല. ഇനി നജസ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പായാൽ അതിട്ട് നിസ്കരിക്കാം. ഇനി ഒരു രൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയമാണ്, അതായത് ഈ വസ്ത്രത്തിൽ നജസ് ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം വന്നാലും നമുക്ക് ആ ഒരു വസ്ത്രം ഉടുത്ത് നമുക്ക് നിസ്കരിക്കാം. ഈ വസ്ത്രത്തിൽ നജസ് ഇല്ല എന്ന് നമ്മൾ ഉറപ്പാക്കിയിട്ട് നമുക്കതിൽ നിസ്കരിക്കാൻ പറ്റുന്നതാണെന്ന് ഉലമാക്കൾ പറഞ്ഞു തന്നിട്ട്. അപ്പോൾ നമുക്ക് 3 രൂപത്തിലുള്ള ഉത്തരമാണുള്ളത്. ഒന്ന്, ഉറപ്പാണ് ഇതിൽ നജസ്സൊന്നും ഇല്ല എങ്കിൽ അത് നമുക്കതിട്ട് നിസ്കരിക്കാം. ഇനി ഉറപ്പാണ് ഇതിൽ നജസ് ഉണ്ട് എങ്കിൽ അതിട്ട് നിസ്കരിക്കാൻ പാടില്ല. ഇനി സംശയമാണ് എങ്കിൽ ഇതിൽ നജസ് ഇല്ല എന്ന് അങ്ങനെ ഉറപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിട്ട് നമുക്ക് നിസ്കരിക്കാം. എന്നാലും സൂക്ഷ്മതയ്ക്ക് നമ്മൾ രാത്രി ഉറങ്ങാൻ നേരത്ത് ഇട്ട വസ്ത്രം ഊരി മാറ്റിയിട്ട് മറ്റൊരു വസ്ത്രം ഇട്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, ചിലപ്പോൾ അറിയാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാതെയൊക്കെ ചിലപ്പോൾ നജസ് പറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഒരു സൂക്ഷ്മതയ്ക്ക് നമ്മളത് മാറ്റി മറ്റു വസ്ത്രം ഇട്ട് നിസ്കരിക്കലാണ് നല്ലത്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെ നിസ്കരിച്ചാലും മതിയാകുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മളൊക്കെ ഷാഫിഈ മദ്ഹബുകാരാണ് അല്ലേ? നമ്മളൊക്കെ ഷാഫിഈ മദ്ഹബുകാർ. ഇപ്പോൾ ഈ രാത്രിയിലുള്ള ആ വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് പഠിച്ചു വെച്ചോ, വളരെ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ, നമ്മുടെ പ്രായപൂർത്തിയായ വിവാഹം കഴിഞ്ഞ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ രാത്രി നമ്മുടെ ഈ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ ശുക്ലം അതല്ലെങ്കിൽ ബീജം അത് നമ്മുടെ വസ്ത്രത്തിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഷാഫിഈ മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമുക്കുള്ള ആ ഒരു വിധി, അതായത് പല രൂപത്തിലും ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്, അതിൽ നിന്നും തെളിവെടുത്തിട്ട് ഷാഫി ഇമാം പറഞ്ഞു തരുന്നു, നമ്മുടെ വസ്ത്രത്തിൽ ആ ഒരു ശുക്ലം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ബീജം പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴുകേണ്ട ആവശ്യമില്ല. കഴുകാതെ തന്നെ നമുക്കത് എന്ത് ചെയ്യാം? നിസ്കരിക്കാം, കുഴപ്പമില്ല. കഴുകാതെ തന്നെ നമുക്കത് അത് തൊഹൂറാണ്, അതായത് നജസ് അല്ല എന്നർത്ഥം. മൂത്രം നജസാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വദീയ മദി എന്നൊക്കെ പറയില്ലേ, അത് കഴുകിക്കളയണം, അത് നജസാണ്. പക്ഷേ
ഈ ബീജം അത് നജസല്ല ഷാഫിഈ മദ്ഹബ് പ്രകാരം. എന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരം ഈ ബീജം എന്ന് പറയുന്നത് നജസാണ്. അത് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ പറ്റിയാൽ അത് കഴുകിക്കളഞ്ഞിട്ടേ നമുക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഷാഫിഈ മദ്ഹബ് പ്രകാരം നമുക്ക് കഴുകിക്കളയാതെ തന്നെ നിസ്കരിക്കാം. എന്നാലും സൂക്ഷ്മതക്ക് അത് കഴുകിക്കളയലാണ് വേണ്ടത്. സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. കാരണം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആ ബീജം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കഴുകി കളഞ്ഞിട്ട് നിസ്കരിക്കലാണ് പ്രത്യേകം നല്ലത്. ആ കാര്യമൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇനി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ പറയുമ്പോൾ നമ്മൾ മസ്അലകളൊക്കെ നമ്മൾ ഏകദേശം പഠിച്ചു വെക്കുക. ഇതൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന മസ്അലകളാണ്. ഇനി ഡോക്ടർമാരൊക്കെ പറയുന്നു, ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റാൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? രാവിലെ തന്നെ എഴുന്നേക്കുക, അല്ലേ? വെളുപ്പിന്, അതായത് 4 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ട്, 4:30, 5 മണി, 5:30 എഴുന്നേൽക്കുന്നവരുണ്ട്. ഒരു 5 മണിക്കെങ്കിലും അല്ലെങ്കിൽ ഒരു 5:30. ഇപ്പോൾ സുബഹി ബാങ്ക് ഇപ്പോൾ ഏകദേശം 4:45 ടൈമിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ ഇവിടെയൊക്കെ 4:45 ഏകദേശം ടൈം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, ഏകദേശം ഒരു 4:30 അല്ലെങ്കിൽ 4:45, 4:40 ഒക്കെ ആയിട്ട് നമുക്ക് തഹജ്ജുദ് ഒക്കെ കിട്ടുന്ന ആ രൂപത്തിൽ നമ്മൾ എഴുന്നേൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ എഴുന്നേൽക്കുക, ആ ഒരു ശീലം വളരെ നല്ലതാണ്. നമുക്ക് നേരത്തെ എഴുന്നേറ്റു, നമ്മൾ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഖുർആനൊക്കെ ഓതി, എന്നിട്ടൊരു നമുക്ക് പിന്നെ ഒരു ഉറക്കക്ഷീണം ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക, സൂര്യനൊക്കെ ഉദിച്ച് പിന്നെ നമ്മുടെ ആ കറാഹത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചു നേരം കിടക്കാം. അതിന് തടസ്സമൊന്നുമില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ കിടക്കരുത്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പം കിടന്ന് ഉറങ്ങരുത്. അതെന്താണ്, നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ സമ്പത്തിനും നമ്മുടെ കുടുംബത്തിനൊക്കെ ഒരു ബറക്കത്ത് ഇല്ലായ്മ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ തന്നെ എന്താണ്, ഒന്ന് കട്ടിലിൽ ഇരിക്കുക. ഉടൻ തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് ബാത്റൂമിലേക്ക് പോകലല്ല, ഒന്ന് കട്ടിലിൽ ഒന്ന് ചുമ്മാ ഒന്ന് ഇരിക്കുക. കാരണം എന്താണ്, ആ ഒരു നമുക്ക് നമ്മുടെ ഈ നാടൻ ഭാഷ ഒന്ന് റിലേ വരാൻ, അല്ലേ? നമ്മളൊന്ന് ഇരുന്നിക്കുക, എന്നിട്ട് പതിയെ ഒന്ന് കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക, കണ്ണിങ്ങനെ ആക്കുക. ഡോക്ടർമാർ പറയുന്നതാണ്, കണ്ണിങ്ങനെ ആക്കുക. പിന്നെ എന്താണ്, കാലുകളൊക്കെ ഒന്ന് പതിയെ ഒന്ന് അനക്കുക, പിന്നെ കൈയൊക്കെ ഒന്ന് കുടയുക. പിന്നെ ഒന്ന് സ്ട്രെച്ചിങ് ചെയ്യുക, അത് കൈയൊക്കെ ഇങ്ങനെ ഒന്നൊന്ന് എടുത്ത് ഒന്നിങ്ങനെയൊക്കെ ആക്കുക. അതൊക്കെ നമ്മുടെ ശരീരത്തിൽ നല്ല രൂപത്തിൽ രക്തയോട്ടം നടക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ കുഴപ്പവും ഇല്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പാവാനും. എത്രയോ ആളുകളുണ്ടെന്നറിയോ, ചിലപ്പോൾ കാലിങ്ങനെ മരവിച്ചിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ കാലിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ അറിയില്ല, പെട്ടെന്ന് എഴുന്നേറ്റ് കൊണ്ട് പോകുമ്പോൾ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രായമുള്ള ആളുകളൊക്കെ ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും ഒന്ന് എഴുന്നേറ്റിട്ടിരിക്കുക, ഒന്ന് എഴുന്നേറ്റിരുന്നിട്ട് ഒരു അല്പസമയം, ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു 1/2 മിനിറ്റോ ഒക്കെ ഒന്ന് എഴുന്നിട്ട് പതിയെ എഴുന്നേറ്റ് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക. ചില ആളുകൾ രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കാതെ ചായ കുടിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അല്ലേ? ബെഡ് കോഫി എന്നൊക്കെ പറയും. അത് ഒരിക്കലും ചെയ്യരുത്. കാരണം എന്താണ്, നമ്മൾ എത്ര പല്ല് തേച്ചിട്ട് കിടന്നാലും നമ്മുടെ വായ്ക്കുള്ളിൽ ഒരുപാട് ബാക്ടീരിയകൾ ഉണ്ടാകും. അപ്പോൾ നമ്മളെ കുടിക്കുന്ന സമയത്ത് ആ ചായയോടൊപ്പം അതൊക്കെ വയറ്റിലേക്ക് പോയി ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ എഴുന്നേറ്റാൽ നമ്മൾ ബാത്റൂമിലൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യുക. അതായത് ജനലൊക്കെ ഒന്ന് തുറന്നിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ബെഡ്, നമ്മൾ കിടന്ന ബെഡ് അതൊന്ന് നേരെയാക്കുക, അല്ലെങ്കിൽ ആ പുതപ്പൊന്ന് മടക്കി വെക്കുക. ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് വേണം ബാത്റൂമിലേക്ക് പോകുക. നേരെ ബാത്റൂമിലേക്ക് കൊണ്ട് പോയാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ മലമൂത്ര വിസർജനത്തിന് തോന്നൽ കൂടുതലുള്ള സമയമായിരിക്കാം, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ എന്നാലും അതിന് മുമ്പ്, ആ ബാത്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്തിട്ട് പോകലാണ് ആ ദിവസം ഒരു ഉന്മേഷം ഉണ്ടാവാൻ നല്ലതെന്നൊക്കെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ പലരും ചെയ്യുന്ന പല അബദ്ധങ്ങളുണ്ട്, ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സുബഹി നമസ്കാരം ഖളാ ആക്കുക എന്നത് തന്നെ. അതൊരിക്കലും ഉണ്ടാവരുത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സുബഹി നമസ്കാരം ഇൻഷാ അല്ലാഹ് മരണം വരെ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണം. ഞങ്ങൾക്കും ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കൾ എല്ലാവർക്കും ആ ഒരു തൗഫീഖ് റബ്ബേ തരണേ അല്ലാഹ്. പഠിച്ചവനെ, ഏത് നിസ്കാരം നമ്മൾ ഒരു നിസ്കാരവും ഖളാക്കാൻ പാടില്ല, പ്രത്യേകിച്ച് സുബഹി. ഇൻഷാ അല്ലാഹ് അത് ഇന്ന് തന്നെ നമ്മൾ ഉറപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി തൊട്ട് സുബഹി നിസ്കാരം ഖളാ ആവില്ല, നേരത്തെ എഴുന്നേക്കും. ചിലപ്പോൾ ജമാഅത്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഒറ്റക്കാണെങ്കിലും ഖളാ ആക്കാതെ നിസ്കരിക്കുമെന്ന് ഓരോരുത്തരും മനസ്സിൽ കരുതുക. പിന്നെയോ, നമ്മൾ എഴുന്നേറ്റ് ഉടൻ തന്നെ, അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസുണ്ട്. ഒരു മനുഷ്യൻ അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശൈത്താൻ, പിശാചൊരു 3 കെട്ട് കെട്ടുമെന്നാണ്. ആ 3 കെട്ടും അഴിക്കാതെയാണ് അവൻ അന്നത്തെ ദിവസം കഴിയുന്നതെങ്കിൽ അവൻ ആ ദിവസം തന്നെ കൊള്ളൂല എന്നാണ്. അങ്ങനെ ഇരിക്കേണ്ടി വരും, ഒരു മത്ത് പിടിച്ച പോലെ ആവും.
അപ്പോൾ അതുകൊണ്ട് 3 കെട്ടും അഴിക്കണം. അപ്പോൾ അതിൽ നിന്ന് ഒരു കെട്ട് അഴിക്കാൻ പറ്റുന്നത് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റ ഉടൻ തന്നെ എന്തു പറയണം? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ആ ഒരു പുണ്യമായ ദിക്ർ പറയാൻ മറന്നു പോവരുതേ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഈ ഒരു വാക്ക് പറഞ്ഞാൽ ശൈത്താൻ ഓടും. ഒരാൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ശൈത്താൻ ഇങ്ങനെ വന്ന് നോക്കും, ഇന്നിവൻ ഈ ദിക്ർ പറയുന്നുണ്ട്. പറഞ്ഞാൽ അന്നത്തെ ആ ദിവസം പകുതി രക്ഷപ്പെട്ടു. കാരണം അത് പറഞ്ഞിട്ട്, ഒരു ഹംദ് പറഞ്ഞിട്ട് അള്ളാനെ ഓർത്തിട്ടാണ് ആ ദിവസം തുടങ്ങുന്നത്. വലിയൊരു ഖൈറാണ്. ഇതൊക്കെ അള്ളാഹു തആല ചില ആളുകൾക്ക് കൊടുക്കുന്നൊരു തൗഫീഖ്. എല്ലാവർക്കും ഇത് പറയാൻ പറ്റൂല അല്ലേ? എല്ലാവർക്കും ഇതൊന്നും പറയാൻ പറ്റൂല. ഉറങ്ങി എഴുന്നേറ്റ ഉടൻ തന്നെ അൽഹംദുലില്ലാ എന്നെങ്കിലും ചുരുങ്ങിയത് ഒന്ന് പറയാൻ അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഉറക്കമാകുന്ന മരണത്തിൽ നിന്നും എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന റബ്ബേ, നിനക്കാകുന്ന സർവസ്തുതിയും. ഇതൊരു മനുഷ്യൻ പറഞ്ഞാൽ ഒരു കെട്ടങ്ങോട്ട് മാറുകയാണ്, ഒരു കെട്ടങ്ങോട്ട് അഴിയുകയാണ്. പിന്നെയോ രണ്ടാമത്തെ കെട്ട്, പിശാചിടുന്ന രണ്ടാമത്തെ കെട്ട് അഴിയുന്നത് എപ്പോഴാണ്? അവൻ ആ സുബഹി നമസ്കാരത്തിന് അല്ലെങ്കിൽ അവൻ്റെ തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി വുദുവെടുക്കുമ്പോഴാണ് രണ്ടാമത്തെ കെട്ട് അഴിയുന്നത്. മൂന്നാമത്തെ കെട്ടോ സുബഹി നമസ്കാരം നിസ്കരിക്കുമ്പോഴാണ് അവൻ്റെ മൂന്നാമത്തെ കെട്ടഴിയുന്നത്. 3 കെട്ടും ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ അഴിഞ്ഞാൽ അന്നത്തെ ദിവസം വലിയ ഖൈറാണ്, ബറക്കത്താണ്. അൽഹംദുലില്ലാ. പിന്നെയോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുന്നൊരു അബദ്ധമാണ് അന്നൗമു ബഅദൽ ഫജ്ർ, അതായത് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ കിടക്കുന്നൊരു പരിപാടി. അതുണ്ടാവരുത്. അതെന്താ? ബുദ്ധി കുറയും, ആരോഗ്യം ക്ഷയിക്കും എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ചില ശാരീരികമായ ബുദ്ധിമുട്ട്, തലേന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല, ഭയങ്കര ക്ഷീണം, അപ്പോൾ സുബഹി നിസ്കരിച്ച് അപ്പം തന്നെ കിടന്നു. അങ്ങനെയല്ല, വല്ലപ്പോഴും കിടക്കുന്നതിനെ പറ്റി സ്ഥിരമായി അങ്ങനെ കിടന്നാൽ അത് വലിയൊരു പ്രശ്നമാവും. അതായത് ആ സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമുക്ക് കിടക്കാം. ഒരു 7:30 ആയി, അപ്പോൾ നമുക്ക് കിടക്കാം. ക്ഷീണം ഉണ്ടെങ്കിൽ കിടക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ സുബഹി നിസ്കാരം ഖളാ ആക്കരുതേ. പിന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു അബദ്ധമാണ് ഒരു ആയത്ത് പോലും ഓതാതിരിക്കുക. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. എന്തെങ്കിലും ഒരു സൂറത്തോ ആയത്തോ ദിക്റോ സ്വലാത്തോ തസ്ബീഹോ എന്തെങ്കിലും ഒന്ന് പറയുക. കുറഞ്ഞൊരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരു 11 വട്ടം നമുക്ക് പറയാലോ, അല്ലെങ്കിൽ 100 വട്ടം അല്ലേ? അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. വലിയ ഖൈറാണ്. ഇൻഷാ അല്ലാഹ് ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ? നമുക്ക് എത്രയോ സൂറത്ത് യാസീൻ ഓതുന്നവരുണ്ട്, ആയത്തുൽ കുർസി ഓതുന്നവരുണ്ട്, സൂറത്തുൽ വാഖിഅ ഓതുന്നവരുണ്ട്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. വലിയ പ്രതിഫലമുള്ള ഒരു ആയത്താണ്. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസം തന്നെ. സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് 3 വട്ടമെങ്കിലും ഈ ഒരു ആയത്ത് ഓതിയാൽ കഫ അവനിക്കത് മതി. എന്നാൽ നമുക്ക് എല്ലാ നേട്ടങ്ങളും കിട്ടാൻ, എല്ലാ ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കിട്ടാനൊക്കെ ഈ ആയത്ത് മതിയാകുന്നതാണ്. പിന്നെ ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്ത്, അതൊക്കെ നമുക്ക് ഓതാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വ്യായാമം ചെയ്യുക. വ്യായാമം അല്ലേ? എന്താ? നടക്കുക, ഓടുക, ചാടുക, അതെ, എക്സർസൈസ്, അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെയോ രാവിലെ ചെയ്യുന്ന മറ്റൊരു വലിയൊരു അബദ്ധമാണ് രാവിലെ തന്നെ വെറും വയറ്റിൽ നല്ല മധുരത്തിൽ ഇങ്ങനെ ചായ കുടിക്കുക. ചായ നമ്മൾ കുടിക്കാറുണ്ട്, ഞാൻ നിങ്ങളൊക്കെ കുടിക്കാറുണ്ട്. പക്ഷെ അതിന് മുമ്പ് എന്തെങ്കിലും ഒരു എന്താ പറയുക, ചെറു ചൂടുവെള്ളം, ചെറിയ ജീരകവെള്ളം ഒക്കെ കുടിക്കൽ നല്ലതാണ്. അത് അമിതമാവലല്ല, കുറച്ച്. എന്നിട്ട് വേണം നമ്മൾ ചെയ്യുക. അതായത് വെറും വയറ്റിൽ ഇങ്ങനെ മധുരം ചെല്ലുമ്പോൾ ശരീരത്ത് ഭയങ്കര എഫക്റ്റാണ് അല്ലേ? ഭയങ്കര എഫക്റ്റാണ്. ഈ ഷുഗർ എന്ന് പറഞ്ഞ അസുഖം വന്നാൽ പിന്നെ വലിയ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല്ല് തേക്കാതെ ഭക്ഷണം കഴിക്കുന്ന, ചായ കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് നിർത്തുക. അത് വളരെ മോശമാണ്. പിന്നെയോ ബാത്റൂമിലൊക്കെ പോയി അധിക സമയം അവിടെ ഇരിക്കുക, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ എന്താണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ പുണ്യമായ ആ ഒരു ദിക്ർ നമ്മൾ മറന്നു പോകണ്ട. രാവിലെ എഴുന്നേറ്റാൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹു റബ്ബുൽ അർശിൽ അദീം എന്ന ആ ഒരു പുണ്യമായ വചനം 7 വട്ടം പറയാൻ പറ്റിയാൽ അത് വലിയ ഖൈറാൻ. അൽഹംദുലില്ലാ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. വിഷമങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ അല്ലാഹു തആല ദൂരീകരിക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.